ഹലോ അസ്സലാമലൈക്കും. ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇന്ന് എൻ്റെ ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ മോളെ വീടാണിത്. അവളെ വീട് ഇരിക്കുന്ന സ്ഥലം കേട്ടോ. കാണാൻ നല്ല രസമാണ്. അവിടെ ഒരു പ്രകൃതി രമണീയമായ സ്ഥലം എന്ന് പറയുന്ന പോലെയാണ് കേട്ടോ. അവിടെ നിന്ന് നോക്കിയ മലയൊക്കെ അങ്ങനെ കാണും. അപ്പോൾ ഇതാ അവിടെ ഒരു പപ്പായ മരത്തുമ്പോൾ പപ്പായൊക്കെ പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് താഴത്ത് നമ്മളെ ഇപ്പോൾ ചൂട് കാലമല്ലേ, നല്ല ചൂടുള്ള സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ പാള കൊണ്ട് പണ്ടുള്ളവരൊക്കെ വിഷറി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. താത്താൻ്റെ അമ്മായിമ്മയും ഉമ്മയും കൂടെ പോയിട്ട് കേട്ടോ. താഴെ ഒരു പാടം പോലെ ഉണ്ട്, അവിടുന്ന് അവർ പോയിട്ട് പാളെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവിടുന്ന് നോക്കുമ്പോൾ അങ്ങനെ ഒരു ചെറിയ മരത്തുമ്മ കണിക്കൊന്നുണ്ട് കേട്ടോ. അപ്പോൾ ഐഷമോൾക്ക് ഞാൻ പറിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചാൽ പോയതാണ്. അപ്പോൾ അത് നല്ല പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. വിഷുവൊക്കെ കഴിഞ്ഞ ടൈമിൽ തന്നെയാണ്. അപ്പോൾ കണിക്കൊന്നൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന്മേൽ 2 കുപ്പിയൊക്കെ ഇങ്ങനെ വെച്ചിരിക്കണുണ്ട്. ഇവിടെയൊക്കെ നല്ല പന്നിയുടെ ശല്യം ഉണ്ട് കേട്ടോ. ഓരോരോ കൃഷികൾ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. താത്താൻ്റെ അമ്മായിമ്മ എല്ലാം ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അവിടെ കുറേ ഇഞ്ചിയായിട്ടും അതുപോലെ മധുരക്കിഴങ്ങ്, അതുപോലെ നമ്മളെ കപ്പ, അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ അവരുടെ വീട്ടിൽ ചേമ്പ്, ചേന അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് കഴിക്കാനായിട്ട് പന്നികൾ വരാറുണ്ട് കേട്ടോ. അപ്പോൾ പന്നിയൊക്കെ വരുന്നതിനുള്ള ഇതിന് വേണ്ടിയിട്ട് കുറേ സാധനങ്ങളൊക്കെ കെട്ടി തൂക്കിയിട്ടുണ്ട് അവിടെ. അപ്പോൾ നമ്മളെ പണ്ടത്തെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവിടെ കശുമാങ്ങ ഉണ്ടല്ലേ, പറങ്കി മാങ്ങ എന്ന് പറയും ഞങ്ങളവിടെ കേട്ടോ. ഇതിന് നിങ്ങളവിടെ എന്താ പറയുകയെന്ന് പറയണം. അപ്പോൾ അതിന്മേൽ നിറച്ച് ഉണ്ടായിരുന്നു. എനിക്ക് അവിടുന്ന് ഞാൻ ചെന്നതും എനിക്ക് നല്ല ഒന്ന് പഴുത്തത് വീണു കേട്ടോ. കിട്ടി. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ച് നോക്കി. നമ്മളെ പണ്ടത്തെ നൊസ്റ്റാൾജി നല്ല അടിപൊളിയായിട്ട് കഴിച്ചു കിട്ടും. അത് നല്ല മധുരം ഉണ്ടായിരുന്നു. അവിടുന്ന് നമ്മളൊരു പപ്പായ കണ്ടിരുന്നില്ല പോകുമ്പോൾ, അതൊക്കെ കുത്തിയിട്ടു കേട്ടോ. 2 എണ്ണം ഉണ്ടായിരുന്നു പഴുത്തത്. അത് 2 എണ്ണം കുത്തിയിട്ടു. അതുപോലെ ഞാൻ അവരെ വീടിരിക്കുന്ന ഒരു കുത്തന ഒരു സ്ഥലത്താണ് കേട്ടോ. നല്ലൊരു കുന്നിന്ന് താഴത്തേക്ക് കേട്ടോ ഇറങ്ങുമ്പോൾ ഒക്കെ നല്ല സൂക്ഷിച്ചിറങ്ങണം. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലമാണത്. അവരെ വീടിരിക്കുന്ന അവിടെ നല്ല നിരപ്പായിട്ട് തന്നെയാണ്. പക്ഷേ നമ്മൾ അവരെ കൃഷി ചെയ്യുന്ന സ്ഥലവും അടിഭാഗത്ത് പാടത്തിൻ്റെ അവിടെയൊക്കെ കുത്തനെയാണ് കേട്ടോ. പാടത്തേക്ക് പോകണമെങ്കിലൊക്കെ ഒരു കുത്തനുള്ള വഴിയാണ്. അപ്പോൾ അങ്ങനെ പോകണം. അപ്പോൾ അത് അവർ പാളയൊക്കെ എടുത്ത് വന്ന് എനിക്ക് വിഷറി ഉണ്ടാക്കി തരിക കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കട്ടെ ചോദിച്ചപ്പോൾ ആന്ന് പറഞ്ഞ് എനിക്ക് ഉണ്ടാക്കി തരുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഉണ്ടാക്കി തരികയാണ് കേട്ടോ. അപ്പോൾ പണ്ടുള്ളവരൊക്കെ ഇതുകൊണ്ട് തന്നെ വീശിയുന്നത്. അന്നൊന്നും ഫാൻ ഉണ്ടാകുന്നില്ല എന്നാണ് കേട്ടോ അവർ പറയണത്. അപ്പോൾ അവരെ കാലത്തൊക്കെ അവർ ഇതുകൊണ്ട് വീശിയുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇതുപോലെ എൻ്റെ ഉമ്മയൊക്കെ ഉണ്ടാക്കി തന്നിട്ട് ഞാനൊക്കെ വീശിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കാറ്റൊക്കെ കിട്ടും. ഇപ്പോഴത്തെ ഫാന് കറണ്ടൊക്കെ പോണ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നല്ല വിഷറിയാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണം. ഇല്ലാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മളെ അടക്കട കവുങ്ങുമെന്ന് കിട്ടുന്ന പാളയും കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ അവരിങ്ങനെ ഉണ്ടാക്കി തന്ന് നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ വീശുമ്പോൾ. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3-4 എണ്ണം എനിക്ക് ഉണ്ടാക്കി തന്നു, ഐഷമോൾക്കും നസമോൾക്കും. അപ്പോൾ അതാ വിഷറിയൊക്കെ റെഡിയായി കേട്ടോ. ഐഷമോൾക്ക് ചെറിയ 2 വിഷറി ഉണ്ടാക്കി കൊടുത്തിരുന്നു, ഐഷാക്കും നസാക്കും വേണ്ടിയിട്ട്. ഐഷമോൾ അതും കൊണ്ട് വീശി ഇങ്ങനെ കളിക്കുക കേട്ടോ. അവൾക്ക് നല്ല ഇഷ്ടമായിക്കണം. അപ്പോൾ അവളൊന്ന് വീശി കളിക്കുക. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതെന്താണെന്നൊന്നും അറിയണ്ടാവില്ല. ഇതൊക്കെ ഉണ്ടാക്കുന്നത് പാള കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അവരെ വീട് ഇതാ കാണുന്നതാണ് കേട്ടോ അവരെ വീട്. അപ്പോൾ അവരെ വീട്ടിലേക്ക് ഒരു കുത്തന പോലെയാണ്, ഇറക്കത്തിലാണ് കേട്ടോ. ഒരു കുണ്ടിലാണ് കേട്ടോ ഒരു വീട്. അപ്പോൾ അങ്ങനെ മേലെ ഒരു ഗ്രൗണ്ട് പോലെ കുട്ടികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ കളിക്കുകയാണ് കുട്ടികൾ. അപ്പോൾ അതാ നല്ല രസമാണ് കേട്ടോ. അവിടുന്ന് കാണാൻ മലയൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ നാടൊക്കെ കാണാൻ നല്ല രസമാണ്. ഈ നാട്ടും പുറത്തത്തെ കാഴ്ചകളും നല്ല കാറ്റും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. നമ്മളെ വീടിൻ്റെ കുറച്ച് വന്നാൽ മതി കേട്ടോ. ഒരു റബ്ബർ തോട്ടമുണ്ട്. ആ തോട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളെ വീടാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് പോവുകയാണ്. അതിൻ്റെ അടിയിൽ ഐഷമോൾ കുറേ എന്തൊക്കെയായി കാണിക്കുന്നുണ്ട് കേട്ടോ. വീശി നോക്കുന്നുണ്ട്. അവൾക്ക് വീശാൻ അറിയണ പോലെ അവൾ വീശി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇൻഷാക്കും ഉൽഫാക്കൊക്കെ കൊടുത്ത് അവരൊക്കെ ഇരുന്നൊന്ന് വീശി നോക്കുകയാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.